ഇപ്പൊ കുറെ ഞങ്ങൾ അതിൽ നമ്പർ ഉണ്ടല്ലേ, ശിശുമരണ നിനക്ക് നമ്പർ ഉണ്ടല്ലേ, മറ്റേത് നമ്പർ ഉണ്ടല്ലേ, മറിച്ചത് നമ്പർ ഉണ്ടല്ലേ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് കണ്ടില്ലല്ലോ. വിവരക്കേടുകളൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. ഇവിടെ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ അപ്പൊ അയ്യോ എന്റെ മോള് എന്തോ മാരക രോഗം കണക്കാ പ്രഗ്നൻസിയെ കാണുന്നത് ഇപ്പൊ. അങ്ങനെ പല വിവരമില്ലാത്തവന്മാരും പലതും പറഞ്ഞു നടക്കും. പക്ഷേ ഈ റീച്ചുള്ള ആളുകൾ, കൂടുതൽ കാണാൻ സാധ്യതയുള്ള ആളുകൾ ഇത്തരം വിവരക്കേടുകളൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചല്ലേ പറ്റൂ. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. എന്റെ ഒരു അമ്മായി അതെ പൂർണ്ണ ഗർഭിണി എന്ന് കേക്ക്. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താടാ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ സ്ത്രീകൾ എൻജോയ് ചെയ്യായിരുന്നു. ഈ വാക്കൊക്കെ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുഗുണേട്ടന്റെ തറവാട്ടിലെ ഇത്രയും ഭയങ്കരങ്ങളായ പെണ്ണുങ്ങളുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാട്ടോ അറിയണത്. ഈ അരി ഇടിച്ചുകൊണ്ട് നടന്ന കാലത്തെ പ്രസവത്തിനെ നിങ്ങളിങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സമയത്തെ നിങ്ങൾ വെറുതെ കുറച്ച് കണക്കുകളൊക്കെ എടുത്തു നോക്കണം. ചുമ്മാ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കണക്കുകളാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇത് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ കൊച്ചു കാര്യങ്ങളിലൊക്കെ ഇത്രയും സുരക്ഷ കൊടുത്ത് വരുന്നുണ്ട്. ഇവിടെ ശിശുമരണ നിരക്ക് നാച്ചുറലി കുറവായിരുന്നു. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ എത്ര കുഞ്ഞുങ്ങളാണ് ജീവനോടെ വരുന്നത്, അല്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ളത്. ഇവിടെ ശിശുമരണ നിരക്ക് നാച്ചുറലി കുറവായിരുന്നു. 1955-60 കാലഘട്ടങ്ങളിൽ ആ കണക്ക് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 107 കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ നാഷണൽ ആവറേജ് 150-160 നിൽക്കുമ്പോൾ കേരളത്തിൽ അത് 107 ആയിരുന്നു. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 100 കുഞ്ഞുങ്ങൾ മരിക്കും. 2018 ആവുമ്പോഴേക്കും ആ വർഷത്തെ കണക്ക് പ്രകാരം 7 കുഞ്ഞുങ്ങളാണ്. 2023-25 ആവുമ്പോൾ അത് 5 കുഞ്ഞുങ്ങളിലേക്ക് ചുരുങ്ങി. അരി ഇടിക്കുമ്പോൾ പോയി പ്രസവിച്ചിട്ട് വന്ന ആ അമ്മുമ്മയില്ലേ, പുള്ളിക്കാരി 12 പെറ്റ്, അതിൽ 6 ദീനം വന്ന് ചത്തുപോയി, 2 പെറ്റുടനെ ചത്തുപോയി എന്ന് കൂളായിട്ട് പറയും. പ്രസവം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് നീ കുത്തിയിടുന്ന പപ്പായ പോലെ കിടക്കൂ ഇങ്ങനെയായിരുന്നു. അവർ വളരെ സുഖമായിട്ട് അവർ പ്രസവിച്ചിട്ട് വന്നു എന്ന് പറയുന്ന അതേ ലാഘവത്തോടെ കുഞ്ഞുങ്ങൾ തട്ടിപ്പോയി എന്നും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാനിത് കേൾക്കേണ്ടവനാ. നീ ഇത് കേൾക്കേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും ഒന്നും ഒരു വിലയും ഇല്ലാതെ വേറെ പല ഉദ്ദേശങ്ങളോടും കൂടി ഈ ചികിത്സാ മാർഗ്ഗങ്ങളൊക്കെ പുഷ് ചെയ്ത് സ്ത്രീകളെ അവരുടെ പ്രസവ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആളുകൾ ഇവർ ചെയ്യുന്നതൊക്കെ തന്നെയാണ് അഖിൽമാരാറും ചെയ്യുന്നത്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഡെക്കറേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ അഖിൽമാരാർ ഇനി വാതുറക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ല, ഞാൻ നിർത്തി, ഇനിയില്ല.